CSI ദക്ഷിണ കേരള മഹായിടവക കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടരുന്ന മംഗല്യ പദ്ധതി അത് കുറച്ചുകൂടി വിപുലമായ തരത്തിലേക്ക് അത് കൂടുതൽ ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്ന ആ തരത്തിലേക്ക് അടുത്ത ദിവസം അതിൻ്റെ ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ഇപ്പം എന്നോടൊപ്പം CSI ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പ് ചേരുന്നു. എത്രമാത്രം ചാരിതാർത്ഥ്യത്തോടെയാണ് ഇങ്ങനെയൊരു പുതിയ ദൗത്യത്തിന് തുടർച്ചയുള്ള ഒരു കാര്യമാണ്, പക്ഷേ അതൊരു മറ്റൊരു വഴിയിലേക്ക് ടേൺ ചെയ്യുകയാണ്. ഒരു ദശാബ്ദത്തിലേറെയായി ദക്ഷിണ കേരള മഹായിടവക സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും ധാർമ്മിക ഉത്തരവാദിത്വത്തിൻ്റെയും ഭാഗമായിട്ട് നിറവേറ്റുന്ന ഒരു പ്രോജക്റ്റാണ് മംഗല്യ. 126 കുടുംബങ്ങൾക്ക് ഇതുവരെ രൂപം നൽകാനായിട്ട് സാധിച്ചു. നാളെ 8 കുടുംബങ്ങളെ കൂടെ ഈ പ്രോജക്റ്റിലൂടെ രൂപപ്പെടുത്തുകയാണ്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലുള്ള പെൺകുട്ടികൾക്കാണ് ഇതിനുള്ള അവസരം നൽകുന്നത്. ഈ കുടുംബങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, ആക്സിഡൻസ്, ഇവയെല്ലാം ചിലപ്പോൾ കല്യാണത്തിന് വേണ്ടിയൊക്കെ സമാഹരിച്ച് വെച്ചിരിക്കുന്ന പണമെല്ലാം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. പലപ്പോഴും പെൺകുട്ടികളുടെ വിവാഹം എന്ന് പറയുന്നത് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ പലപ്പോഴും പാരൻസ് ഇല്ലാത്ത കുടുംബങ്ങളിലോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലോ ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ വരാറുണ്ട്. ഇത് അഭിനയ ധർമ്മരാജ് റസാലം തിരുമേനിയും ബഹുമാനമുള്ള ഷേർലി റസാലം ബിഷപ്പമ്മയുമാണ് ഈ ഒരു പ്രോജക്റ്റ് 10 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത്. ഇപ്പോൾ ഇതൊരു 11ാമത്തെ മംഗല്യാണ് നടക്കുന്നത്. ഇതിലൂടെ വലിയൊരു അനുഗ്രഹമാണ് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ട പെൺകുട്ടികൾക്കുണ്ടാകുന്നത്. ഈ വർഷം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. അതിന് ഈ എല്ലാ സഭകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നിർലോഭമായ സഹായ സഹകരണം ലഭിച്ചിട്ടുണ്ട്. സ്ത്രീജന സഖ്യത്തിലെ ഭാരവാഹികളാണ് ഇതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തത്. അതോടൊപ്പം ദക്ഷിണ കേരള മഹായിടവകയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ ടി പ്രവീൺ അവർകളും ഇതിനുവേണ്ടി വളരെയേറെ പരിശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ദിവസം കഴിഞ്ഞ ഏതാനും വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം LMS കത്തീഡ്രലിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഒരുപാട് സംഘർഷങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം നേരത്തെ കണ്ടിട്ടുണ്ട്. അവിടെ കോടതി ഇടപെടൽ വരുന്നു, പിന്നീട് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന സാഹചര്യം. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. എത്രയും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടെയാണ് ഈ ഞായറാഴ്ച നടക്കുന്ന തിരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം MMCSI കത്തീഡ്രൽ അത് സെനറ്റിൻ്റെയും ദക്ഷിണ കേരള മഹായിടവ കൗൺസിലിൻ്റെ എല്ലാം അംഗീകാരത്തോടുകൂടെ കത്തീഡ്രൽ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് ഒരു ശരിയായ തരത്തിൽ നടത്തണമെന്നുള്ളൊരു ആഗ്രഹം സഭയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനനുസരിച്ച് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റ് വന്ന സമയത്ത് ആ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. അതിനെ സ്റ്റേ ചെയ്യാനായിട്ടൊക്കെ ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും വിജയപ്രദമായിട്ടില്ല. അതേസമയം ഈ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. അപ്പോൾ ഈ ഇത് MM ചർച്ചയായി നിലനിർത്തണം എന്ന് താല്പര്യപ്പെട്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്? നിശ്ചയമായിട്ടും ഇത് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു തീരുമാനം കൂടിയാണ്. രണ്ടാമത് സഭയുടെ ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ളത് സഭയുടെ മുഖ്യമായിട്ടുള്ള ആഗ്രഹമാണ്. ഇത് ദൈവമാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇതിൽ ആര് തിരഞ്ഞെടുക്കപ്പെടണം എന്നൊന്നും നമുക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല. അത് ദൈവജനത്തിന് അറിയാം. അവരുടെ വിവേകത്തോടുള്ള വോട്ടുകൾ രേഖപ്പെടുത്തി ഒരു നല്ല ഭരണ സംവിധാനത്തെ MMCSI കത്തീഡ്രലിൽ ഞായറാഴ്ച കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രതീക്ഷ. അതിന് ദൈവം വഴിയൊരുക്കുന്നു. അതിന് സഭയ്ക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഏതാണ്ട് 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് LMS കത്തീഡ്രലിൽ അടുത്ത ദിവസം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തർക്കങ്ങൾ അത് കോടതിയുടെ ഇടപെടലിലേക്ക് വരെ നീളുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് കോടതിയുടെ തന്നെ ഇടപെടലിൻ്റെ ഫലമായി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.